ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. സകലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോനാഥ ജനകായ നമോ നമ. നമ്മൾ ഉപാസനയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഉപാസന ചെയ്യണത്? ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു ശങ്ക ഉണ്ടാവും. നമ്മൾ ഉപനിഷത്തിൽ ശാന്തിപാഠം പറയാറുണ്ടല്ലോ. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നോക്കൂ, ഈ ലോകത്ത് പരിപൂർണനായിട്ടുള്ളത് ആരാണ്? പരിപൂർണ വസ്തു എന്താണ്? നമ്മൾ സദാ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടല്ലേ പരിശ്രമിക്കുന്നത്? നമ്മിലെ അപൂർണതയെക്കുറിച്ച് നാം എപ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മിലെ ഒരു നൈരാശ്യം അനുഭവപ്പെടാറില്ലേ? ഈ ഭൗതിക ലോകത്തിൽ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രഹസനങ്ങളാണ് നമ്മൾ ചെയ്യണത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ ഭാവിയിൽ ചെയ്യണം എന്ന് വിചാരിക്കണത്. നാളെ എന്നൊന്നുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ അതെപ്പോൾ എങ്ങനെയാണ് നമുക്ക് അനുഭവവേദ്യമാവുക? സമയത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരംശത്തിൽ പോലും നമ്മിലുയരുന്ന എണിയാലൊടുങ്ങാത്ത ചിന്തകൾ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അനുഭവം? ഇവിടെ ഈ ശാന്തിപാഠം ഒന്ന് മനനം ചെയ്തു നോക്കൂ. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സച്ചിദാനന്ദഘന പരബ്രഹ്മ പുരുഷോത്തമൻ എല്ലാ പ്രകാരത്തിലും സർവദാ പരിപൂർണനാവുന്നു. അപ്പോൾ ഈ ലോകത്ത് പരിപൂർണനായിട്ടുള്ളത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. ഭഗവത് പ്രാപ്തിയാൽ ലഭ്യമാകുന്ന പരമാനന്ദം തന്നെയാണ് പരിപൂർണ വസ്തു. നമ്മൾ എന്തിനാ പരിശ്രമിക്കുന്നത്? പരിപൂർണതയ്ക്ക് വേണ്ടി അല്ലേ? ഇവിടെ നാം കാണുന്ന ഈ ജഗത്ത്, ഈ ലോകം, ആ ബ്രഹ്മത്താലാണ് പരിപൂർണമാകുന്നത്. നോക്കൂ, നമ്മൾ അപൂർണരാണോ? അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണരുന്നുണ്ടോ? എങ്കിൽ പൂർണ്ണതയും അപൂർണതയും ആ പരബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപൂർണതയിൽ ഇനി നമ്മൾ എന്തിനാ നിരാശപ്പെടുന്നത്? പരബ്രഹ്മത്തിൻ്റെ പൂർണ്ണത കൊണ്ട് ഈ ജഗത്ത് പൂർണ്ണമാണ്. അപ്പോൾ ബ്രഹ്മാനന്ദം കൊണ്ട് പൂർണ്ണതയെ പ്രാപിച്ച ഈ ജഗത്തിൽ നിശ്ചയമായും നമ്മൾക്ക് പൂർണ്ണരായി തീരാൻ സാധിക്കും. ഇത് ഗുരുവാക്യാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യേത്യേവം രൂപോ വിനിശ്ചയ സ്വയം നിത്യാനിത്യവസ്തു വിവേക സമുദാഹൃത. പരബ്രഹ്മത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നും ആ മഹാമായ എന്ന ശക്തി വിശേഷത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. അതായത് ത്രിഗുണങ്ങളായി സത്വ രജസ്തമോ ഗുണങ്ങളായി മാറുന്ന പ്രകൃതി ബ്രഹ്മസാന്നിധ്യം കൊണ്ട് പ്രപഞ്ചമായിട്ട് പ്രതിഭാസിക്കുന്നു. അങ്ങനെയുള്ള പരബ്രഹ്മത്തിൻ്റെ പൂർണ്ണത കൊണ്ട് പൂർണ്ണമായ ജഗത്തിലിരുന്നു കൊണ്ടാണ് അദ്വൈത വേദാന്തികൾ ബ്രഹ്മസത്യം ജഗത് മിഥ്യേത്യേവം രൂപോ വിനിശ്ചയ സ്വയം നിത്യാനിത്യ വസ്തുവിവേക സമുദാഹൃത എന്ന് പറയണത്. ബ്രഹ്മം സത്യവും ജഗത് മിഥ്യയുമാണ് എന്നുറപ്പിക്കണം. ഇതിനെയാണ് നിത്യാനിത്യ വസ്തു വിവേകമെന്ന് വിവക്ഷിക്കുന്നത്. നോക്കൂ,
പൂർണ്ണമായ പരബ്രഹ്മത്തിൽ നിന്നും പൂർണ്ണതയെ മാറ്റുകയാണ് എങ്കിൽ പോലും പൂർണ്ണത്വം അവശേഷിക്കണം. അപ്പോൾ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇന്നീ നിമിഷം വരെ നമ്മൾ എന്തൊക്കെ ചെയ്തു ഒന്ന് പുനർവിചിന്തനം ചെയ്തു നോക്കൂ. എന്തൊക്കെ ചെയ്തിട്ടും എന്തോ ഇപ്പോഴും ഒരപൂർണതയിൽ തന്നെയാണ് നമ്മൾ ഉള്ളത് എന്ന് തോന്നണില്ലേ? അങ്ങനെയെങ്കിൽ നാളെ എന്നത് നമ്മൾക്ക് അജ്ഞാതാണ് അല്ലേ? പക്ഷേ ഈ നിമിഷം മുതൽ അവാച്യമായ ആനന്ദാതിരേകത്തെ പ്രദാനം ചെയ്യുന്ന ആ പരിപൂർണത നമ്മിൽ നിറയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ: ഉപാസന. ഗുരുനാഥൻ ഇത്രയും പറഞ്ഞപ്പോൾ എൻ്റെ അതിചലിതരസമുകുളതരളിത മനോമയത്തിങ്കൽ പറഞ്ഞത് ലേശം കാവ്യാത്മകമായോ എന്ന് വിചാരിക്കണു. പരിഭ്രമം ഒട്ടും വേണ്ട. നമ്മൾ കാറ്റിനേക്കാളും വേഗത്തിൽ ചലിക്കണ ചിന്താഭാണ്ഡം വഹിക്കണ മനസ്സ് എന്നൊക്കെ പറയാറില്ലേ? ആ മനസ്സിലെ ഒരു ചോദ്യം കൂടി തെളിഞ്ഞു. അതെന്താണ് എന്നല്ലേ? അപൂർണൻ എന്ന് സ്വയം ബോധ്യപ്പെട്ട എനിക്ക് ഉപാസന കൊണ്ട് പൂർണ്ണനാകാൻ സാധിക്കുമോ? തത്വോപദേശങ്ങൾ കേട്ടിരിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അത് അനുഭവതലത്തിലേക്ക് എത്തിക്കാൻ കഷ്ടമാണ്. ഈ കഷ്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ ഉപാസനയ്ക്കാവൂ? ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാൽ എവിടെ നിന്ന് ഉത്തരം ലഭിക്കും എന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് നമ്മൾ എപ്പോൾ മാറണോ ആ സമയത്ത് ഗുരുനാഥൻ പറയും, ഇതിൻ്റെയൊക്കെ ഉത്തരം സ്വയം അറിയും. എങ്ങനെ? ഉപാസനയിലൂടെ. അതാണ് ഉപാസനയുടെ വലിയ സവിശേഷത. ഇനിയും ഉപാസനാ സംബന്ധിയായിട്ട് അനവധി പറയാനുണ്ട്. അത് അടുത്ത ഖണ്ഡത്തിലാവാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ ഈ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ഗുരുകാരുണ്യലക്ഷ്മീ നിയോഗാൽ.